പഹൽഗാമിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട 28 പേർക്കും ആദരാഞ്ജലികൾ. അതോടൊപ്പം തന്നെ ഇന്ന് നടന്നിട്ടുള്ള തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ സൈനികൻ ജാത്തു അലി ഷെയ്ഖ്, അയാൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സമയത്ത് ഒരു ആദരാഞ്ജലി അർപ്പിക്കും. 140 കോടി ജനങ്ങൾക്ക് നേരെയുള്ള അറ്റാക്കാണ് എന്ന് പറയാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. കാരണം ഭീമമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോ പുൽവാമ മുമ്പുണ്ടായത് 80 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് 200 കിലോമീറ്റർ അകലെ നിന്നാണ്, നമ്മുടെ അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് നമുക്ക് ഈ ഒരു ആക്രമണം സംഭവിച്ചിട്ടുള്ളത്. അതിർത്തിയിലുണ്ടായിരുന്നുള്ള ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ സൈനികർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല, അത് അവർ അന്വേഷിക്കട്ടെ. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത് ഭീമമായിട്ടുള്ള ഒരു നഷ്ടം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. കാരണം അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള നമ്മുടെ രാജ്യത്ത് 20 മിനിറ്റിലധികം ഫയറിംഗ് നടന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 20 മിനിറ്റിലധികം ആ യാത്രക്കാരെ ഫയർ ചെയ്തിട്ടുണ്ട് ഭീകരവാദികൾ. അത് തടയാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനോ അവർക്ക് ഓപ്പോസ് ചെയ്യാനോ നമ്മുടെ സൈനികർക്കോ ആർക്കോ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് പുൽവാമനേക്കാളും കുറച്ചും കൂടെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എന്ന രാജ്യം മാറി എന്നുള്ളതാണ്. അത്രത്തോളം ഇന്ത്യ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ. കാരണം ഇത് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രിവിലേജ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സൈനികരെ കുറിച്ചിട്ടും ഇന്ത്യന്റെ ആയുധങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വലിയൊരു മതിപ്പായിരുന്നു ലോക രാജ്യങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിൽ വളരെ സില്ലി ആയിട്ട്, എനിക്കിത് ഗവൺമെന്റും അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇത് എത്രത്തോളം സില്ലി ആയിട്ടാണ് നമ്മുടെ രാജ്യത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ കാണുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം സൗദി അറേബ്യയിൽ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഉടനെ തിരിച്ചു പോയിട്ടുള്ള പ്രധാനമന്ത്രി പിന്നീട് പോണത് ഇലക്ഷൻ പ്രചരണത്തിനാണ്. അതിന്റെ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന് പോയിരിക്കുകയാണ്. 3 ദിവസം നമ്മളോട് ദുഃഖാചരണം എന്ന് പറഞ്ഞിട്ട് ആളവിടെ പോയിരിക്കുകയാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2004 ആഭ്യന്തരമന്ത്രി രാജിവെച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ തന്നെ പുൽവാമ സംഭവിച്ച സമയത്ത് തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ അതിമോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കണം എന്നുള്ളതാണ്. ഈ സമയത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കലാണ് ഒരു ഇച്ചിരി ഉറപ്പുണ്ടെങ്കിൽ. കാരണം ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, വഷളാക്കുകയാണ് ചെയ്യുന്നത്. കാരണം സെക്യൂരിറ്റി വീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുണ്ട്. ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? അതായത് അതിർത്തിയിൽ നടന്നിട്ടുള്ള ഫൈറ്റ് അല്ലത്. അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകത്തേക്ക് നമ്മുടെ യാത്രക്കാർ സഞ്ചരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഫയറിംഗ് നടത്തിയിട്ടുള്ളത്. ഈ ഫയറിംഗ് നടത്തിയിട്ടുള്ള ഭീകരവാദികൾ താമസിച്ചിരുന്നതോ ഇവര് തന്നെ സമ്മാനം കൊടുത്ത് ആദരിച്ചിട്ടുള്ള പോലീസുകാരുടെ വീട്ടിലായിരുന്നു 3 ആളുകൾ താമസിച്ചിരുന്നത്. അപ്പൊ ഈ പോലീസുകാരുടെ ഇവരുടെ കയ്യിൽ ആയുധമുണ്ട്, ഇവരുടെ പ്ലാൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്തോ പരാജയമാണ് നമ്മുടെ ഫോഴ്സ് എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മുടെ നാട്ടിലെ അവസ്ഥ സംഘികളെല്ലാവരും കൂടി സോഷ്യൽ മീഡിയ വന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് പറ്റിയതാണ്. ഇവിടെ ജാതി മതവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ല വേണ്ടത്. ഇത് എല്ലാവരും കൂടി ആയിട്ട് ഈ ഭീകരവാദികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ചിന്ത ഒന്നല്ല. ഇവിടെ സംഘികൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇത് മുസ്ലിം അക്രമമാണ്, ഇവിടുത്തെ അതായത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നമുക്ക് എന്ത് മുസ്ലിം, എന്ത് ഹിന്ദു, എന്ത് ക്രിസ്ത്യൻ, പാകിസ്ഥാനാണോ ചൈനയാണോ നമ്മൾ ആക്രമിച്ചത്? തിരിച്ചടി ഉറപ്പായിട്ടും കൊടുക്കണം. ആ വന്നിട്ടുള്ള ഭീകരവാദികളെ മൊത്തം കൊന്നിട്ടുണ്ടെങ്കിലും അത്രത്തോളം സന്തോഷം നമുക്ക് വേറെ എന്തുണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യാൻ നമ്മുടെ സൈനികർക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പരാജയമായിട്ട് അംഗീകരിക്കേണ്ട വേണം. ഇതിന് പിന്നീട് മറുപടി കൊടുക്കും, പിന്നീട് നമ്മൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിർത്തിയിൽ നടന്നിട്ടുള്ള ഫൈറ്റല്ല, രാജ്യത്തിനകത്ത് നടന്നിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനകത്ത് വന്നിട്ട് ചെയ്ത് തിരിച്ചു പോകാൻ പാടില്ല ഒരാൾ. അതായത് അവർ എവിടെ താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങോട്ട് പോയതൊന്നുമില്ല, അവർ തിരിച്ചു പോകാൻ പാടില്ല. ഏത് കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്? എത്രത്തോളം നമുക്ക് എഐയും അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ടെക്നോളജി ഒക്കെ വളർന്നു ഇരിക്കുന്ന സമയത്ത് നമുക്ക് CCTV എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുറച്ച് ആളുകൾ ഭീകരവാദികൾ വന്നിട്ട് 20 മിനിറ്റിലധികം നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വന്നിട്ട് ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ, എല്ലാവരും പ്ലാൻ ചെയ്ത് കേട്ടാ അവർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് മാറുന്നതാണ്. ഒരു 140 കോടി ജനങ്ങളുടെ രാജ്യത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. ഇത് പുൽവാമയെക്കാളും കുറച്ചും കൂടെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി എന്നുള്ളതാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള, അതായത് ഇവിടെ 60 വർഷം കോൺഗ്രസ് ഭരിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാം. അതായത് പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലും അവരെടുക്കേണ്ട നിലപാടും ഒക്കെ അതാത് സമയത്ത് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യം ഈ മോശം അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെ ഈ ഇലക്ഷൻ വരുമ്പോൾ എവിടെയും പോകുമ്പോട്ട അല്ലെങ്കിൽ അതിർത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഇത് വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ഇതിനു മുമ്പ്, അതായത് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു മോശം അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഭീകരവാദികൾ ഇന്ത്യക്ക് അകത്ത് കയറിയിട്ട് ഇന്ത്യന്റെ അതിർത്തി കടന്നിട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരികൾ നമുക്ക് ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഇന്ദിരാഗാന്ധിയൊക്കെ മറക്കാൻ പറ്റുമോ? അയൺ ലേഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ, അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതിനേക്കാളൊക്കെ എത്രയോ അപ്ഡേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ സൈനികരിലും അതുപോലെ തന്നെ നമ്മുടെ ആയുധങ്ങളിലും ഒക്കെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞു. എല്ലാ ഏരിയയിലും നമ്മൾ ശക്തമായിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരാണ് ഇതിന് കുറ്റപ്പെടുത്തുക? നമ്മൾ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അവിടുത്തെ
ആർമി ചീഫിനെ കുറ്റപ്പെടുത്തണോ? നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇത്തരത്തിലുള്ള അപകടം ഇന്ത്യയിൽ നടന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമല്ല മറ്റൊരു രാജ്യത്തെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇന്ത്യ പോലുള്ള രാജ്യത്ത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന്, അതായത് നമ്മുടെ അതിർത്തിയിൽ, എല്ലാ അതിർത്തിയിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആയുധം കൊണ്ട് കയറാൻ പറ്റില്ല. അത് ഒരു ആയുധം ഉപയോഗിച്ചും ഒരു ആയുധം കയ്യിൽ വെച്ചും അവർക്ക് അവിടുന്ന് ആളുകൾക്ക് കയറാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ആയുധം ഇങ്ങോട്ട് കയറി വന്നു എന്നുള്ളതാണ്. ഇനി ആയുധം ഇല്ലാതെ വന്ന് ഇവിടുന്ന് ആയുധം എടുത്തതാണോ? അതിന് കുറെ സംശയങ്ങളുണ്ട്. ഇതിനെതിരെ ശരിക്കും ഒരു അന്വേഷണം വേണം, എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ പരാജയമാണ് രാജ്യത്തിന്റെ, അതായത് ഇവിടുത്തെ ഭരണാധികാരികളോ ഇവിടുത്തെ ആർമിന്റെ തന്നെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പരാജയമാണ്. ഇത് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം, എവിടെ പിഴച്ചു എന്നുള്ളത്. പിന്നെ തിരിച്ചടി കൊടുക്കുന്നത് പിന്നത്തെ കാര്യം. കാരണം ഇതിനേക്കാളും വലിയൊരു പരാജയം ഇന്ത്യക്ക് വേറെ കിട്ടാനില്ല. ഇവിടുത്തെ സംഘികൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. മുഹമ്മദ് ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരക്കാരൻ, ഒരു മുസ്ലിം സഹോദരൻ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് ജീവൻ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ രാജ്യത്തിന് വേണ്ടി കളഞ്ഞ ജീവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അയാൾ കുതിരക്കാരനാണ്, അയാൾക്ക് മാറി നിൽക്കാം അല്ലെങ്കിൽ അയാൾക്ക് ഓടി രക്ഷപ്പെടാമെന്നുള്ള അവസ്ഥയല്ല. നമ്മുടെ യാത്രക്കാർക്കെതിരെ വന്നിട്ടുള്ള ഭീഷണി അല്ലെങ്കിൽ ഫയറിങ് അയാൾ എന്ത് ചെയ്യണം, ചെറുത്തു നിന്നുകൊണ്ട് അയാളുടെ ജീവൻ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് കുടുംബം, കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾക്ക് ഒരു കുടുംബം ഉണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി എന്നുള്ളതാണ്. അത് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സംഖ്യകൾക്ക് അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചീത്ത വിളികളും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, നമ്മൾക്ക് ഇന്ത്യക്കാരാണ്, ഇന്ത്യ മുസൽമാനാണ്. നമ്മൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി ഏത് മുസ്ലിമായിട്ടും കാര്യമില്ല, നമ്മൾ അവരെന്ത് ചെയ്യണം, ജീവനോടെ തിരിച്ചയക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലപ്പെട്ട ബാലചന്ദ്രന്റെ ഭാര്യ ആരതി, 2 സഹോദരന്മാരെ മുസാഫിറും സെനീറും, എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയെന്നുള്ളതാണ്. കാരണം അത്രത്തോളം കെയറിംഗ് ആയിരുന്നു. എല്ലാ ഭാഗങ്ങളിലും, അതായത് മോർച്ചർ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും അവരെ കൊണ്ടു നടക്കുകയും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാശ്മീരിലുള്ള 2 ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ തിരിച്ച് അവരെ എയർപോർട്ടിലെത്തി യാത്ര ചെയ്യുമ്പോൾ ആരതി പറയാണ് അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് അവനെ നോക്കി പറയുന്നുണ്ട്. അവർ അത്രത്തോളം നല്ല രീതിയിൽ പെരുമാറിയതുകൊണ്ട് ആരതിക്കുള്ളിൽ ഒരു സഹോദരന്മാരായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മീഡിയയ്ക്ക് മുമ്പിൽ സംസാരിച്ചത്. അതിന് ആരതിക്കെതിരെ ഇവിടുത്തെ സംഘികൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏത് നാട്ടിലാണ് ഇവർ ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത്? അതായത് ഒരു പെൺകുട്ടി പറയാൻ എനിക്ക് നമ്മളെല്ലാവരും ചെറുപ്പത്തിലേ നമ്മൾ പറയാണ് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പോ ഇത്തരത്തിലുള്ള, അതായത് BJP ഭരിക്കുമ്പോൾ മുസ്ലിം സഹോദരനാണെന്ന് ഒരു ഹിന്ദു പറയുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല സംഘികൾക്ക്. അവരെന്ത് ചെയ്യും, അതിനെതിരെ ആരതി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി ശരിക്കും ഒരു മതേതര മുഖമായിട്ട് നമ്മൾ ആ പെൺകുട്ടിയെ കാണാൻ ഈ അവസരത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ കശ്മീരിനകത്തുള്ള ഒരുപാട്, അതായത് ഹോട്ടലുകളും അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ വളരെ എന്താ പറയാ, പണം കുറച്ച് വാങ്ങിച്ചിട്ടും പണം വാങ്ങാതെയുമാണ് ഈ സർവീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥയിൽ, കാരണം അവിടെ ഒരു അക്രമം നടന്നിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ ജീവൻ പോയിട്ടുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സൈനികർ ഇപ്പോൾ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ വന്നിട്ട് എന്താ കാര്യം, സൈനികർ അത്രത്തോളം ഉണ്ടാവും. അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പല രീതിയിൽ. ഈ ഗ്യാപ്പിലാണ് നമ്മുടെ വിമാന കമ്പനികൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇരട്ടിയായിട്ടുള്ളത് പ്രൈസ്. ഇവർക്ക് ഇവിടെ യുദ്ധം നടക്കുന്നത് ആരാണ്? വിമാന കമ്പനികൾക്ക്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ശരിക്കും ഒറ്റപ്പെടുത്താൻ വേണ്ടിയത് വിമാനങ്ങളിൽ ശരിക്കും ഈ പ്രൈസ് കൂട്ടാത്ത വിമാനങ്ങളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ പ്രൈസ് കൂട്ടിയിട്ടുള്ള വിമാന കമ്പനികൾ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം യുദ്ധം നടന്നിട്ട് കുറെ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അത് ബിസിനസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം ശരിക്കും ഇവിടുത്തെ വിമാന കമ്പനികൾ. ഈ ഭീകരവാദത്തെ ഇന്ത്യ ഒരുമിച്ച്, അതായത് ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നുമില്ലാതെ നമ്മൾ ഒരുമിച്ചാണ് ഭീകരവാദത്തെ നമ്മൾ ഏറ്റുമുട്ടാൻ വേണ്ടി പോണത്. അതില് എന്ത് വില കൊടുത്തും നമ്മൾ ഇതിനെ തടയുന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കും, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കും. ഈ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം ശരിക്കും ഇന്ത്യൻ സർക്കാരും അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയും ഉറച്ച് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ. കാരണം നമുക്ക് സംഭവിച്ചിട്ടുള്ളത് 1, 2, 3 പ്രാവശ്യമല്ല, കുറച്ച് അധികം തവണ നമ്മളെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി പ്രശ്നത്തിന്റെ പേരിൽ ജീവൻ ആളുകൾക്ക് പോയിട്ടുണ്ട്. മറ്റു നാട്ടിൽ നിന്ന് ആളുകൾ ഇതിനകത്ത് കയറിയിട്ട്, ഈ രാജ്യത്ത് കയറിയിട്ട് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശക്തമായ രീതിയിൽ സെക്യൂരിറ്റി കൂട്ടണം എന്നുള്ളതാണ്. അത് ആർമിന്റെ കയ്യിലാണ് നമ്മൾ ശരിക്കും ഈ കൺട്രോൾ കൊടുക്കുക. അല്ലാതെ ആഭ്യന്തരമന്ത്രിയും അല്ലാതെ കേന്ദ്ര സർക്കാരല്ല, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ആർമിയാണ് നമ്മൾ ഇന്ത്യക്കുള്ളത്. ആർമിക്ക് അറിയാം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ ശാസിക്കാനോ അവരെ ഉപദേശിക്കാനോ ഇവിടുന്ന് ആരെ കൊണ്ട് പോകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർമി നമ്മൾ ഭംഗിയായിട്ട് സംരക്ഷിക്കും ഈ രാജ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.